കഴിഞ്ഞ 4 മാസം ട്രിവാൻഡ്രം വന്ന് പോയെങ്കിലും RCC അല്ലാണ്ട് വേറെ എങ്ങോട്ടും പോകാൻ നമുക്ക് ടൈം കിട്ടിയില്ല. അത് സാറ് അറിഞ്ഞതും നമുക്കൊന്ന് കറങ്ങാന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് കറക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സാറിന്റെ റോക്സ് എത്ത് ഞങ്ങൾ ആദ്യം പോണത് കോവളം ബീച്ചിലേക്കാണ്. സാറ് എന്ന് പറഞ്ഞ നമ്മൾ ആളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് മുതല്. കരിമ്പ് ജ്യൂസിനായിട്ട് ദുനിയ മൊത്തം ചുറ്റിയിരിക്കണ്. എന്നിട്ടാ കരിമ്പ് ജ്യൂസ് കിട്ടിയ. അങ്ങനെ കരിമ്പ് ജ്യൂസും കുടിച്ച് നേരെ ബീച്ചിലേക്ക്. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് വെയിലത്തും മൊരിയാത്തവരുണ്ട് എന്നുള്ളത്. അങ്ങ് റഷ്യയിൽ നടക്കാൻ ആൾക്കാർ വെയിൽ കൊള്ളാൻ വേണ്ടി വന്ന് കിടക്കുന്നുണ്ട്. അങ്ങനെ രാവിലത്തെ കരിമ്പ് ജ്യൂസിന് എനർജി മൊത്തം കഴിഞ്ഞ് നെക്സ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ തക്കാരത്ത് വന്നിക്കേ. വല്ലാത്തൊരു ഫ്ലൈറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആർക്ക് വേണമെങ്കിലും കിച്ചൺ റൂമിൽ കയറിയിട്ട് ഷെഫ് നല്ലപോലെ പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ പറ്റും. എന്താലേ ഒറ്റ നോട്ടത്തിൽ കടയുടെ ആധാരമെന്ന് തോന്നുമെങ്കിലും അത് ആധാരമല്ല, മെനു ആണ്. അങ്ങനെ എന്നെ മടക്കി വെച്ചേക്കാം. ജീവിതത്തിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്ന ടൈമാണല്ലോ ഇത്. അങ്ങനെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയതിനു ശേഷം ഞാൻ ചോറന്നെ മേടിച്ചു. പിന്നെ ഫ്രൈഡ് റൈസും ബിരിയാണിയും ചിമ്മീനും. ഫുഡ് കുറച്ച് ഓവറായി കഴിച്ചുകൊണ്ട് തന്നെ കുറച്ചധികം നേരം റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അപ്പോഴേക്കും സാറ് എക്കോക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലുലുക്ക് എത്തി. സാറ് ഞങ്ങളായിട്ട് ആദ്യം ഓടിച്ചത് ഗെയിമിങ്ങിൻ്റെ അങ്ങടായിരുന്നു. ഗെയിമിങ്ങിനെ കുറിച്ച് ആധികാരികമായിട്ട് എന്തൊക്കെയോ പറഞ്ഞു തന്നു. എനിക്കതിനെക്കുറിച്ച് നല്ല വിവരം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്നും മനസ്സിലായില്ല. പറഞ്ഞതൊന്നും മനസ്സിലായില്ലേലും ഗെയിമിങ് വലിയൊരു സംഭവമാണെന്ന് മനസ്സിലായി. അങ്ങനെ നെക്സ്റ്റ് ഡേ നേരെ പൊന്മുടിക്ക് തിരിച്ച്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ 6 മാസമായിട്ട് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ആരായാലും അവരുടെ കുറച്ച് ടൈം നമുക്ക് വേണ്ടി തരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും എക്സ്പെൻസീവ് എന്ന് മനസ്സിലായി. ഹോസ്പിറ്റലും കുറച്ച് കാര്യങ്ങളായിട്ട് സ്റ്റെക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ. അതുവരെ നിഴലായിരുന്ന പലരെയും ഞങ്ങൾ കണ്ടില്ല. പിന്നെ എല്ലാതൊരു സ്റ്റാറ്റസ് മാറ്റേഴ്സ് അല്ലേ അല്ലേ? അത് വിട്, നമ്മളിത് അതിൻ്റെ മണ്ടേക്കാ കയറും. ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇവിടെ. അത്യാവശ്യം നല്ല സ്ഥലമായിരുന്നു. അത്യാവശ്യം കുറേ നടക്കാനുണ്ട്. നടക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം വന്നാൽ മതി. അതിനുശേഷം ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ പോയി. അതിൻ്റെ പരിസരത്ത് തന്നെയായിരുന്നു കുറച്ച് നേരം. പിന്നെ പള്ളിയുടെ അവിടെ പോയി പള്ളി കയറി പ്രാർത്ഥിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അത്രേ ഉള്ളൂ. ബൈ.